ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചെറിയ വലിയ വർത്തമാനം. ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ RJ ശ്രീശാന്ത്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകത എല്ലാവർക്കും അറിയാമോ? ഇന്ന് സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമാണ്. അപ്പോൾ അൽഷിമേഴ്സിനെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനും ഈ രോഗത്തെ എങ്ങനെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ സമീപിക്കാമെന്നും നമുക്ക് ഇന്ന് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേൾക്കാം. സോ ഈ വിഷയത്തിൽ എന്നോടൊപ്പം സംസാരിക്കാനായി കൂടെയുള്ളത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ എബ്രഹാം ജെറോമാണ്. സോ വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം. സർ, അപ്പോൾ അൽഷിമേഴ്സ് രോഗം എന്താണ് ആക്ച്വലി, ആൻഡ് സാധാരണ മറവിയിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഡിമെൻഷ്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പോ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ പ്രായത്തിന്റെ ആധിക്യം കാരണവും ഡിസീസ് പ്രോസസ്സ് കാരണവും ദ്രവിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമുക്ക് അൽഷിമേഴ്സ് രോഗം ഉണ്ടാകുന്നത്. സാധാരണ മറവിയിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണമായും നമുക്ക് ചെറിയ മറവികളൊക്കെ ഉണ്ടാവാം നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച്. പക്ഷെ അൽഷിമേഴ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ മറവിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമുക്ക് സാധാരണ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെമ്മറി ലോസിനെക്കാട്ടിയും കൂടുതലായി ഓർമ്മക്കുറവ് ഉണ്ടാകുക, മറ്റ് മേഖലകളിൽ, ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ, അതായത് നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന ദൈനംദിന പ്രവർത്തികൾ, ഡ്രസ് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്, പൈസ ചെലവാക്കുന്നത് പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, ഡ്രൈവിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക, സംസാരിക്കുന്നതിനകത്തുള്ള വാക്കുകൾ കിട്ടാതെ വരികയും സംസാരിക്കുന്നതിനുള്ള ഗ്രാമർ, അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുക. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അൽഷിമേഴ്സിന്റെ ലക്ഷണങ്ങളായിട്ട്. മറവി രോഗം എന്ന് നമ്മൾ പറയുമെങ്കിൽ പോലും മറവി ഇതിന്റെ അൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ തുടക്കകാലത്ത് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പക്ഷേ അൽഷിമേഴ്സ് മറവി മാത്രമല്ല, മറ്റ് ലക്ഷണങ്ങളും കൂടെ ഉള്ള ഒരു രോഗമാണ് അൽഷിമേഴ്സ്. അപ്പൊ അൽഷിമേഴ്സ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ? ഒരാൾക്ക് അതൊരു സംശയമുണ്ടെങ്കിൽ എപ്പോഴാണ് ആക്ച്വലി ഇതിന് ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത്? അൽഷിമേഴ്സ് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ അത് ഓർമ്മക്കുറവ് തന്നെയാണ്. പ്രധാനമായും വളരെ അടുത്തിടെയായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കാരണങ്ങളാണ് നമ്മൾ ആദ്യം മറവി ബാധിക്കുക. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ബേസിക് ആയിട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു സ്കില്ല്, ഒരു ഫോൺ എടുത്ത ഒരാളെ ഫോൺ വിളിക്കാനുള്ള സ്കില്ല്, അല്ലെങ്കിൽ നമുക്ക് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇട്ട് പോകാനുള്ള സ്കില്ല്, ബേസിക് ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മൾ ഒരു കുളിക്കാനും അല്ലെങ്കിൽ നമ്മളെ തന്നെ ക്ലീൻ ചെയ്യാൻ, അങ്ങനത്തെ സ്കില്ലുകളൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് വേറൊരു ലക്ഷണം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ മറന്നു പോവുക, സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വരിക, അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് പിന്നീട് വരുന്നത്. ഉദാഹരണത്തിന് ഒരു പല്ല് തേക്കുന്ന ബ്രഷ് കാണുമ്പോൾ ഇത് പല്ല് തേക്കുന്ന ബ്രഷ് എവിടെയെന്ന് ചോദിക്കുന്നതിന് പകരം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന സാധനം എവിടെയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, അതായത് ആ സാധനങ്ങൾ നെയിം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. പിന്നെ പൊതുസ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുക. നമ്മൾ സാധാരണ പരിചയം ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പോലും തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുക. പിന്നെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ പെരുമാറ്റത്തിലും ഒക്കെയുള്ള പല പല പ്രശ്നങ്ങൾ, അതായത് ഡിപ്രഷന്റെ ലക്ഷണങ്ങളാവാം, ഒരു അഗ്രഷൻ പോലത്തെ ലക്ഷണങ്ങളാവാം, ഉറക്കത്തിലുള്ള താളം തെറ്റുകളാവാം. പിന്നെ പേഴ്സണാലിറ്റിയും സാധാരണമായ പെരുമാറ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ ആവാം. ഇതൊക്കെയാണ് പല സ്റ്റേജുകളിലായിട്ട് അൽഷിമേഴ്സ് ഡിസീസിൽ കണ്ടുവരുന്ന ലക്ഷണം. പല പല സ്റ്റേജുകളിലായിട്ടാണ് ഇതിന്റെ ഒരു പ്രോഗ്രഷൻ സംഭവിക്കുന്നത്. അപ്പോ യൂഷ്വലി അതിന് നമ്മൾ അക്കാഡമിക് മേഖലകളിൽ ഒരു 7 സ്റ്റേജ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേജില് വലിയ മെമ്മറി ഇമ്പയർമെന്റ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേജിലാണ് ഒരു രോഗിക്ക് തന്നെ ചെറിയ സാധനങ്ങൾ വെച്ചത് മറന്നു പോവുക, അങ്ങനത്തെ ചെറിയ ചെറിയ രോഗിക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പുള്ളിയുടെ ജീവിതത്തിലുണ്ടാവും. മൂന്നാമത്തെ സ്റ്റേജ് മുതൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു തുടങ്ങും. ഒരേ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുക, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പോരായ്മ വരിക. ഇപ്പൊ പാചകം ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പം ഗ്യാസ് അടുപ്പത്ത് പാത്രം വെച്ചിട്ടത് മറന്നു പോവുക, മോട്ടറിന് സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോവുക, അങ്ങനത്തെ ഓരോരോ നമ്മൾ ഡെയിലി ലൈഫിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ കൂടെ ജീവിക്കുന്നവരും കണ്ടു തുടങ്ങും. യൂഷ്വലി ഈ സ്റ്റേജിലാണ് കൂടെയുള്ള ആൾക്കാരെ യൂഷ്വലി ഇത് ശ്രദ്ധിക്കുക.
പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജുകളിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒരു സ്റ്റേജ് 5 മുതലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യും. ഒരു ഏർലി സ്റ്റേജ്, ഒരു 3ാമത്തെ സ്റ്റേജിലും 4ാമത്തെ സ്റ്റേജിലും ഒക്കെയാണ് നമുക്കിത് വേഗം പേഷ്യന്റിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുകയും അവരൊരു മെഡിക്കൽ ഹെൽപ്പിനായിട്ട് നമ്മുടെ അടുത്തോട്ട് വരികയും ചെയ്യാം. അപ്പൊ സാർ, ഈ അൽഷിമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായൊരു രോഗമെന്ന്, അതായത് നമ്മുടെ തന്മാത്ര സിനിമയിലൂടെയാണല്ലേ? അതെ അതെ. അപ്പോൾ ആ സിനിമയിൽ ഈ ഒരു രോഗത്തിന്റെ എന്താണ് ഇതിന്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അൽഷിമേഴ്സ് രോഗത്തിന്റെ അപകട സാധ്യത എന്തൊക്കെയാണ്, ആൻഡ് ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത്? അൽഷിമേഴ്സ് രോഗത്തിന്റെ അപകട സാധ്യത എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, അൽഷിമേഴ്സ് രോഗത്തില് പ്രായമായ ആൾക്കാർക്ക് മാത്രമേ അൽഷിമേഴ്സ് രോഗം വരൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. ചെറുപ്പക്കാരിൽ പ്രായമായവരും ഉദ്ദേശിക്കുന്നത് ഒരു 65 മേലോട്ടാണ് നോർമലി അൽഷിമേഴ്സിന്റെ കോൺസെപ്റ്റ് കാണുന്നത്. 65 താഴെയുള്ള ആൾക്കാരിലും അൽഷിമേഴ്സ് കണ്ടുവരുന്നു. അപ്പം അൽഷിമേഴ്സിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ സ്ലോലി ഇത് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. വളരെ പയ്യെ മാത്രമേ ഇത് പ്രോഗ്രസ് ചെയ്യത്തുള്ളെങ്കിൽ പോലും അതിന്റെ ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷനിൽ ചെന്നെത്തും. അപ്പം ഇത് ഡെഫിനറ്റ്ലി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. സർ, അപ്പോൾ അൽഷിമേഴ്സ് രോഗം എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? ഇതിനായി എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? അൽഷിമേഴ്സ് രോഗത്തിന്റെ രോഗനിർണയം പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ഒരു ന്യൂറോളജിസ്റ്റ്, ഒരു സൈക്യാട്രിസ്റ്റ് ചേർന്നിട്ടാണ് നടത്താറ്. അപ്പോ പ്രധാനമായിട്ടും ഈ മെമ്മറി പ്രോബ്ലം, ഓർമ്മക്കുറവുകളാണ് നമ്മൾ അൽഷിമേഴ്സിന്റെ ആദ്യത്തെ സ്റ്റേജിലെ ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങൾ കാണുന്ന രോഗികളെ യൂഷ്വലി അവരുടെ കൂട്ടിരിപ്പുകാർ, അവരുടെ ബന്ധുക്കളാണ് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുക. അപ്പൊ ആ ഡോക്ടറുടെ അടുത്ത് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്കൊരു ഹിസ്റ്ററിയാണ് വേണ്ടത്. ഈ രോഗിയുടെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ, അവരുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ, പെരുമാറ്റത്തിന്റെ പ്രശ്നങ്ങൾ, കൂടുതലും ഒരു ക്ലിനിക്കലി ഒരു ഹിസ്റ്ററിയും ഒരു എക്സാമിനേഷനും വെച്ചിട്ടാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ ആദ്യം ഹിസ്റ്ററിയും ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തതിന്റെ കൂടെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വൈറ്റമിൻ B12 ലെവൽസ് ചെയ്യേണ്ടി വരും. തൈറോയിഡ് ഹോർമോൺസിന്റെ ലെവൽസ് ചെയ്യേണ്ടി വരും. ചില കേസസിൽ നട്ടലിൽ നിന്ന് CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബ്രെയിനിന്റെ MRI ഇമേജിങ്, അത് ചെയ്യാറുണ്ട്. പിന്നെ ഓർമ്മക്കുറവിന്റെ ഒരു സിവിയാരിറ്റി മനസ്സിലാക്കാനായിട്ട് പല ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളും നമ്മൾ ചെയ്യാറുണ്ട്. സർ, അപ്പോൾ ഈ നിലവിൽ അൽഷിമേഴ്സ് രോഗത്തിന് എന്തൊക്കെ ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ളത്? ഈ ചികിത്സ രോഗം ഭേദമാക്കുകയോ അതോ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോ ഈ ഒരു അസുഖം ട്രീറ്റ് ചെയ്ത് മാറ്റാനുള്ള ചികിത്സകൾ നിലവിൽ ലഭ്യമല്ല. ഇപ്പോൾ നമുക്ക് ഏർലി ഐഡന്റിഫൈ ചെയ്യുകയും നേരത്തെ ഉണ്ടാകുന്ന സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിന് കൂടുതലായിട്ട് നമുക്ക് 2 രീതിയിലാണ്. ഇപ്പം മെഡിസിൻസ് ഉപയോഗിച്ച് ഫാർമക്കോളജിക്കലിയും രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റും. അല്ലാതെ മെഡിസിൻസ് അല്ലാതെ പല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ജീവിതത്തിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നോൺ ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഉപയോഗിച്ചും നമുക്ക് രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പം നിലവിലിപ്പോ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മരുന്ന് ഇല്ല എന്നുള്ളതാണല്ലേ? ഇപ്പോൾ ഇല്ല, പക്ഷെ അതിന്റെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ അതിനുവേണ്ടി പല സ്ഥലത്തും പല റിസർച്ചുകളും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചികിത്സ ഉടനെ ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അൽഷിമേഴ്സ് രോഗത്തിന്റെ ചികിത്സയുടെ ഭാഗമായി മരുന്നുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ജീവിതശൈലി മാറ്റങ്ങളോ പരിചരണ രീതികളോ നിർദ്ദേശിക്കാറുണ്ടോ? അപ്പോ അൽഷിമേഴ്സ് രോഗം പിടിപെട്ട രോഗികളുടെ പരിചരണത്തിനായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. പ്രധാനമായിട്ടും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലുള്ള ഒരു റൊട്ടീൻ, ഒരു സ്ട്രക്ചേർഡ് റൊട്ടീൻ. രാവിലെ അവർ എണീക്കുന്ന സമയം, അവർ കുളിക്കുന്ന സമയം, അവർ ഭക്ഷണം കഴിക്കാനൊരു കൃത്യസമയം, അവർക്ക് ഉറങ്ങാനൊരു സമയം, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനൊരു സമയം, ഇതിനൊരു ചിട്ടയുണ്ടെങ്കിൽ പേഷ്യൻസിന് അത് ഡെയിലി ഫോളോ ചെയ്യാൻ അവർ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസിന് അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർക്ക് പോകേണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കാണേണ്ട ആൾക്കാർ, അവർ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡിലൊക്കെ അവരെ കൊണ്ട് തന്നെ എഴുതി വെപ്പിക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും അതിനവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു നല്ല സ്റ്റെപ്പായിരിക്കും. മൂന്നാമത്തെ കാര്യം, അവർക്കിപ്പം എന്തായാലും കുറച്ച് മെഡിസിൻസ് ഒക്കെ കാണും കഴിക്കാൻ. ആ മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ അവരെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇപ്പം ഒരു അലാമോ അല്ലെങ്കിൽ ഒരു പിൽ ബോക്സസ്, അപ്പൊ രാത്രി ഇത്ര മെഡിസിൻസ് ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതെടുത്ത് കഴിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാക്സിമം ജോലികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പേഷ്യൻസിനെ നമ്മൾ മാക്സിമം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിനവരെ സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഏർലി സ്റ്റേജസിൽ ഡ്രസ്സിംഗ് ഒക്കെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ലൂസ് ആയിട്ടുള്ള ക്ലോത്ത്സ്, എലാസ്റ്റിക് ഉള്ള ക്ലോത്ത്സ്, ബട്ടൺസിന് പകരം സിബ് ഉള്ള ക്ലോത്ത്സ്, പിന്നെ ഷൂ ലൈസസ്, സ്ട്രാപ്പ് ഉള്ള ചെരുപ്പിന് പകരം സ്ലിപ്പ് ഓൺ ചെരുപ്പുകൾ, അങ്ങനത്തെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആവശ്യത്തിന് ലൈറ്റിങ്, അവര് ഡേ ടൈം ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ഒക്കെ അവര് താമസിക്കുന്ന മുറികളിലും സ്ഥലങ്ങളിലും ആവശ്യത്തിനുള്ള ലൈറ്റിങ്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വീഴുന്നത് തടയാൻ ബാത്റൂമിലും അവർക്ക് കുറച്ചും കൂടെ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡ് റെയിൽസ്, അലാം ബെൽസ്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവരോട് ഇടപെടുന്ന സമയത്ത് ജെന്റിലായിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ ഡ്രസ്സ് മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ക്ലിയർ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് ഒരു ചെറിയ വോക്ക് അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതിനകത്ത് അവർക്കൊരു ചോയ്സ് കൊടുക്കുന്നത് ഒക്കെ വളരെ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല കാര്യങ്ങളാണ്. മെഡിസിൻസ് കൂടാതെ രോഗികളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കാൻ. അൽഷിമേഴ്സ് രോഗമുള്ള ഒരാളെ വീട്ടിൽ പരിചരിക്കുന്നവർ, നോക്കുന്നവരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചലഞ്ച് അനുഭവിക്കുന്നത്, അല്ലേ? അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും സർ? അല്ലെങ്കിൽ സർ അവർക്ക് നൽകുന്ന ഉപദേശം എന്തായിരിക്കും? ഓക്കെ, അപ്പോ രോഗികളെ സംബന്ധിച്ചും അവരുടെ കെയർ ടേക്കേഴ്സിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഡിസീസിന്റെ പ്രോഗ്രഷനിൽ രോഗിക്ക് ഈ രോഗം ഉണ്ടെന്നുള്ള ഒരു അവസ്ഥ നിഷേധിക്കുന്നതാണ് രോഗി മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്യുക. അവരൊരു ഡിനയൽ സ്റ്റേറ്റിലായിരിക്കും. പിന്നെ അവരുടെ മെമ്മറി ലോസ് കാരണം ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ബൈസ്റ്റാൻഡേഴ്സിന് പറ്റാതെ വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും കെയർ ഗീവേഴ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ പ്രധാനമായിട്ടും കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജസിൽ വരുമ്പോഴത്തേക്കും പേഷ്യൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. ആ പ്രശ്നങ്ങളും ബൈസ്റ്റാൻഡേഴ്സിനും കെയർ ഗീവേഴ്സിനും മനസ്സിലാക്കാതെ വരും. പ്രധാനമായിട്ട് പേഷ്യൻസിനോടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാപ്പ് കാരണമാണ് ബൈസ്റ്റാൻഡേഴ്സിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അഡ്രസ് ചെയ്യാൻ അൽഷിമേഴ്സ് ഡിസീസിനെ പറ്റിയുള്ള ഒരു അവബോധം കൂടുതലായിട്ടും ബൈസ്റ്റാൻഡേഴ്സിന് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവരെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ പേഷ്യന്റ് ഇപ്പോൾ ഒരൊച്ച വെക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ ബഹളം വെക്കുന്നതോ ചിലപ്പം ആ പേഷ്യന്റിന് ഒരു വേദന കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പേഷ്യന്റിന് വിശക്കുന്നത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പേഷ്യന്റിന് നേരത്തെ ഉള്ള എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കൂടുന്നതുകൊണ്ടായിരിക്കാം. ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റ് ആയിരിക്കും കരയുകയും ഒച്ച വയ്ക്കുകയും രാത്രി ഉറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ബൈസ്റ്റാൻഡേഴ്സിന് കൂടുതലും അത് മനസ്സിലാക്കാതെ വരികയും പേഷ്യന്റിനോടും മൊത്തത്തിലൊരു ദേഷ്യം വരികയൊക്കെ ചെയ്യാം. ഇപ്പൊ എന്തുകൊണ്ടാണ് പേഷ്യന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി അൽഷിമേഴ്സ് ഡിമെൻഷ്യ രോഗികളെ നോക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തില് ഫാമിലി മെമ്പേഴ്സ് ആണ് പേഷ്യൻസിനെ നോക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ വളരെ പാടുപെട്ടിട്ടാണ് അത് നോക്കുന്നത്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ അവർക്കത് അവരുടെ മാനസികാവസ്ഥയെ അത് വളരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതൊക്കെയാണ് കൂടുതൽ ഇതിനെപ്പറ്റി ഒരു അവബോധം അവർക്ക് ഉണ്ടാക്കുക. കൂടുതൽ പേര് മെഡിക്കൽ ഹെൽപ്പിന് കൃത്യമായിട്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് നടപ്പാക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അവർക്കും കൂടെ കുറച്ച് ഈസിയായി വരും. സർ, അപ്പോൾ ഈ രോഗത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും? ഓക്കെ, അൽഷിമേഴ്സ് രോഗം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും മറവി ഒരു പ്രായമാവുന്നതിന്റെ ഒരു നോർമൽ പ്രോസസ് അല്ലേ എന്നൊക്കെ വിചാരിച്ച് മറവിയുള്ള ആൾക്കാർ മെഡിക്കൽ ഹെൽപ്പ് തേടാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നോർമൽ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെമ്മറി ലോസും അൽഷിമേഴ്സ് ഡിമെൻഷ്യയുടെ മെമ്മറി ലോസും വളരെ വ്യത്യസ്തമാണ്. നോർമലി നമുക്ക് ഉണ്ടാവുന്നത് വല്ലപ്പോഴും നമ്മൾ എന്തെങ്കിലും വെച്ചത് മറക്കുകയോ വളരെ റെയർ ആയിട്ട് നമ്മൾ ചിലപ്പോ പണ്ട് കണ്ട ഒരു കൂട്ടുകാരന്റെ പേര് മറന്നു പോവുകയോ അങ്ങനെയൊക്കെ നമുക്ക് പറ്റും. പക്ഷെ അൽഷിമേഴ്സ് രോഗത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള നമ്മൾ ഇപ്പൊ ഇന്നലെയോ മെനഞ്ഞാന്നോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ മറന്നു പോകുന്നത്. അതൊക്കെ നോർമൽ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മറവിയുടെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രാക്ടീഷണർ, സൈക്കാട്രിസ്റ്റിനെയോ ഒരു ന്യൂറോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യേണ്ട ഒരാവശ്യം. രണ്ടാമത്തെ ഒരു മിത്ത് എന്ന് പറയുന്നത് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലോസ് മാത്രമാണ്, ഓർമ്മക്കുറവ് മാത്രമാണെന്നുള്ള. ഒരിക്കലും അങ്ങനെയല്ല. മെമ്മറി ലോസ് ആണ് ആദ്യത്തെ സിംറ്റം. അതിനുശേഷം നമുക്ക് പയ്യെ നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന ചെയ്തികൾ, കുക്കിംഗ്, ഡ്രസ്സിംഗ്, പേഴ്സണൽ കെയർ, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ലാംഗ്വേജ്, നമ്മൾ വാക്കുകൾ മറന്നുപോകും, ഗ്രാമറിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ട് ആവും, പിന്നെ നമുക്ക് വഴി തെറ്റിപ്പോവും, ഒരു സ്പേഷ്യൽ ഓറിയന്റേഷൻ നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ മോട്ടോർ മൂവ്മെന്റ്സിനെ അത് ലേറ്റർ സ്റ്റേജസിൽ ബാധിക്കും. നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ
എണ്ണീറ്റിരിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാതെ വരും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അൽഷിമേഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നു. അൽഷിമേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അൽഷിമേഴ്സ് എൽഡർലിക്ക് മാത്രം വരുന്ന രോഗമാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അതും അങ്ങനെയല്ല. പിന്നെ അൽഷിമേഴ്സ് കൂടാതെ പലതരം ഡിമെൻഷ്യകളുണ്ട്. അതും ഒരു മിത്താണ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് എല്ലാ അൽഷിമേഴ്സ് അല്ല, വേറെ പലതരം ഡിമെൻഷ്യകളുണ്ട്. അതിലൊരു ഡിമെൻഷ്യയാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് ആണ് മോസ്റ്റ് കോമൺ. ഇത് കൂടാതെ പല ഡിമെൻഷ്യകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലക്ഷണങ്ങൾ വേറെ വേറെ തരമായിരിക്കും. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം ആക്ച്വലി ഈ ഒരു രോഗം വരാതെ എങ്ങനെ നോക്കാൻ നമുക്ക് പറ്റും? അൽഷിമേഴ്സ് ഡിസീസിന്റെ റിസ്ക് ഫാക്ടറുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്ന് ഏജ് ആണ്. ഏജ് നമുക്ക് എല്ലാവർക്കും കൂടും, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനെ എപ്പോഴും ആക്റ്റീവ് ആക്കി വെച്ചിരിക്കുക. കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്, തലച്ചോറിനെ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതായത് പഠനങ്ങൾ കാണിക്കുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ആൾക്കാരിൽ പോകാത്തവരെ സംബന്ധിച്ച് അൽഷിമേഴ്സ് ഡിസീസിന്റെ പ്രിവലൻസ് കുറവാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അക്കാഡമിക്കലിയും കോഗ്നിറ്റീവ്ലി ആയിട്ട് ഇപ്പം എഴുത്ത്, വായന, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഒരു ഹോബി ആയിട്ട് എന്തെങ്കിലും ഫോളോ ചെയ്യുക, പസിൽസ് സോൾവ് ചെയ്യുക, പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കളിക്കുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ്ലി നമ്മൾ എൻഗേജ് ചെയ്ത് വെക്കുന്ന കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് നമുക്ക് റിസ്ക് കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് നമ്മൾ സൂക്ഷിക്കുക. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് ഷുഗേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ ആൽക്കഹോളും ടൊബാക്കോയും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കൃത്യമായിട്ട് ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺസ് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്ന ആൾക്കാർക്ക് അൽഷിമേഴ്സിന്റെ പ്രിവലൻസ് കൂടുതലാണെന്നാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ ഹെൽമെറ്റ് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ തലയ്ക്ക് വലിയ പരിക്കുകളൊന്നും പറ്റുന്നില്ല എന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പേഷ്യൻസ് വളരെ ലേറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. വളരെ ലേറ്റ് സ്റ്റേജസിൽ പേഷ്യൻസിന് സ്വന്തം കാര്യം നോക്കാനോ മക്കളുടെ പേര് പോലും ഓർമ്മയില്ലാത്ത, സ്വന്തം പേര് പോലും മറന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തൊക്കെ പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ അവര് കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ കുറച്ചും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയാണ്. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ചുള്ള ഈ ഗവേഷണത്തിൽ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഭാവിയിൽ ഈ രോഗത്തിന് പൂർണ്ണമായ ഒരു ചികിത്സ കണ്ടെത്താൻ കഴിയുമോ? ഇപ്പോ നടക്കുന്ന ചികിത്സകൾ കൂടുതലും ഒരു ഈ ഡിസീസ് പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യുന്ന മെഡിസിൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളാണ്. അപ്പോ അത് കുറെ മെഡിസിൻസ് ട്രയൽ ചെയ്തിട്ടും അത് സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പോഴും ആ രീതിയിലുള്ള ചികിത്സകൾ തുടരുന്നുണ്ട്. ഡിസീസ് മോഡിഫൈയിങ് ഏജൻസ് എന്ന് പറയും. അപ്പൊ ആ മെഡിസിൻസ് ഉദ്ദേശിക്കുന്നത് ഡിസീസ് പ്രോസസ്, ഒരു അബ്നോർമൽ പ്രോട്ടീൻ അക്യുമുലേഷൻ കാരണമാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു അബ്നോർമൽ പ്രോട്ടീൻ അക്യുമുലേഷൻ അവോയ്ഡ് ചെയ്യാനോ അത് ഒഴിവാക്കാനോ പറ്റുന്ന രീതിയിലുള്ള ഡിസീസ് മോഡിഫൈയിങ് ഏജൻസ് ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖല. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ ഭാവിയിൽ ഇതിനെ പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന ഒരു മരുന്ന് വരുമെന്നല്ലേ? അതെ. കാരണം തന്മാത്ര സിനിമയിൽ കണ്ട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ ഈ രോഗത്തിന്റെ ദുരവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളതല്ലേ. ആൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും ഈ രോഗം ഇനി വരാതിരിക്കട്ടെ എന്ന്. ഓക്കെ സാർ, അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷം ആൻഡ് ഒരുപാട് നന്ദി ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും ആൻഡ് ഓൾസോ ഇത്രയധികം ഇൻഫോർമേഷൻ ഈ അൽഷിമേഴ്സ് രോഗത്തെ പറ്റി അൽഷിമേഴ്സ് ഡേയിൽ തന്നെ പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെക്കുറിച്ച് അറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. ചെറിയ വലിയ വർത്തമാനം.